Hi guys, welcome back to Car Garage. Car Garage Honda painting ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതൊരു വൈറ്റ് കളറാണ്. Honda Cityക്ക് വരുന്ന സെയിം വൈറ്റ് കളറാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുന്നത്. 2014 മോഡലാണ്. നമ്മളുടെ ഈ പെയിൻറ്റിങ് കണ്ടിട്ട് ബോംബെയിൽ നിന്ന് ആൾ മെറ്റൽ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അവിടുന്ന് ജോർജ് ഏട്ടൻ എന്ന് പറഞ്ഞ ആൾ വണ്ടി ഓടിച്ച് നമ്മുടെ ഗാരേജിലേക്ക് വന്നതാണ്. അപ്പോൾ ആൾക്ക് സെയിം കളർ തന്നെ അടിക്കണം. നമ്മുടെ ഒരു ഫിനിഷിങ്ങിൽ അടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗാരേജിലേക്ക് വന്നിരിക്കുകയാണ്. 2014 മോഡലാണ്. ഡെൻറ്റിങ് ഉണ്ടായിരുന്നു. അങ്ങനെ പാച്ചസും കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഡെൻറ്റിങ് ഉണ്ടായിരുന്നു. ബോഡി അവരുടെയൊക്കെ ഡെൻറ്റിങ് ഉണ്ടായിരുന്നു. നീറ്റ് വണ്ടിയായിരുന്നു കേട്ടോ. ഒരു MH രജിസ്ട്രേഷൻ വണ്ടിയാണ്. ഫുൾ പെയിൻറ്റിങ്ങിനാണ് വന്നതാണത്. ഡെൻറ്റിങ് ഉണ്ട്. ബോഡി ഷേപ്പ് ഔട്ടുണ്ട്. ബോഡി ഷേപ്പ് എടുത്ത് വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. മാർക്ക് ചെയ്തതൊക്കെ ഡെൻറ്റിങ് ഭാഗങ്ങളാണ്. അതേപോലെ തന്നെ സാൻഡ്രോ വർക്കിംഗ് പ്രോഗ്രസ്സിലാണ്. No more time. Can we make a move? Overthinking, you and I. What do we have to lose? Honda City ഒത്തിരി കയറിയിട്ടുണ്ട്. ഇപ്പോൾ സർഫേസ് കോട്ടിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ടോപ്പ് നമ്മൾ ബ്ലാക്ക് അടിക്കണ്ടേ. ഗ്ലോസി ബ്ലാക്കാണ് ടോപ്പിൽ അടിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം അടിച്ചിടും. അപ്പോൾ ഇന്നത് അടിക്കാനുള്ള പ്ലാനാണ്. ടോപ്പ് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ സൈഡ് സർഫേസിൽ അടിച്ചാണ്ട് കട്ട് ചെയ്തിട്ടാണ് പിന്നെ സൈഡ് പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ടോപ്പ് അടിക്കാൻ വേണ്ടി ബൂത്തിൽ കയറ്റിട്ടുണ്ട് വണ്ടി. ഇനി ഇതുമ്പോൾ കുറച്ച് ക്ലീനിങ്ങുകളുണ്ട്. മാസ്കിങ് ചെയ്യണം. അതേപോലെ തന്നെ ടോപ്പ് ഫിനിഷ് ചെയ്ത് ഉറയ്ക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടി പെയിൻറ്റിങ്ങിന് വേണ്ടി കയറ്റി കഴിഞ്ഞു. No more time. Can we make a move? Overthinking, you and I. What do we have to lose? ടോപ്പ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റ് അടിച്ചിട്ട് പിന്നെ ക്ലിയർ അടിക്കുക ചെയ്തത്. അതായത് ക്യാപ്റ്റയുടെ ബേസ് യൂസ് ചെയ്തിട്ട് അതിനുശേഷം ടോപ്പിൽ ക്ലിയർ അടിക്കുക ചെയ്തത്. നല്ല ഒരു ഗ്ലോസി ഫിനിഷിങ് എപ്പോഴും നിലനിൽക്കുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു ഇത് ചെയ്ത് പി അടിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പി അടിച്ചാലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഗ്ലേസിങ് നമുക്ക് നഷ്ടപ്പെടും. അത് കാരണം നമ്മൾ ബേസ് അടിച്ചിട്ട് ക്ലിയർ അടിക്കുക ചെയ്തത്. ഇനി ടോപ്പിലെ വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ സൈഡിലെ ഫുൾ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്.
ഹോണ്ട സിറ്റി പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ പോളിഷിങ് ബാക്കിയാണ്. ബൂത്തിലെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോപ്പ് ബ്ലാക്ക് അടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈ വരുന്നൊരു ഭാഗമുണ്ട്, ഇതും ബ്ലാക്ക് അടിച്ചിട്ട് ഭാഗം. പിന്നെ വേറെ വരുമ്പോൾ അടിഭാഗം ബ്ലാക്ക് ആവും. മൊത്തത്തിൽ ഇത്ര ഒരു ഏരിയ ബ്ലാക്ക് ലുക്കിൽ വരുമ്പോൾ വണ്ടിക്ക് കാണാൻ ഭംഗിയാണ്. റൂഫ് ഗ്ലോസി ബ്ലാക്ക്. അതുപോലെ തന്നെ വൈറ്റ് സെയിം ഹോണ്ട സിറ്റിക്ക് വരുന്ന വൈറ്റ് തന്നെയാണ് നമ്മൾ അടിച്ചാണത്. കളർ ചേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല. ആകെ ചേഞ്ച് ചെയ്തതാണ് ഈ ബ്ലാക്ക്. പിന്നെ ഈ സൈഡിൽ വരുന്ന ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ട് പെയിൻറ്റിങ് ആയിരുന്നു. ഫുള്ളായിട്ട് പെയിൻറ്റിങ് കഴിഞ്ഞു. നമ്മൾ പിഴില്ല, നമ്മൾ ചെയ്യണ മാതിരി തന്നെ ബേസ് അടിച്ച് കീറടിച്ച് ചെയ്യണം. അതിന് ആ ഒരു ഗ്ലോസി ഫിനിഷിംഗ് ആണ് നമുക്ക് കിട്ടണത്. ഓക്കെ, ബാക്കിലായാലും നമ്മൾ ആ ഈ വരുന്ന ഏരിയ മൊത്തത്തിൽ തന്നെ പെയിൻറ്റിങ് ചെയ്തപ്പോൾ മൊത്തത്തിൽ തന്നെ അടിച്ചിട്ടുണ്ട്. ചായയുടെ കീച്ചൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ അയൺമാൻ്റെ ഫ്രണ്ട് ഫേസ് ആണ്. നല്ല സംഭവം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്നൊരു ട്രാവൽ വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. ഒരു വണ്ടി പിക്കപ്പ് ചെയ്യാനായിട്ട് തന്നെയാണ്. പത്തനംതിട്ടയാണ് സ്ഥലം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മൂവാറ്റുപുഴ എത്താറായിട്ടുണ്ട്. കൊറോണ ടൈമിൽ തന്നെയാണ് പിക്കപ്പ് ചെയ്യണത്. നമ്മൾ അതേപോലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളുടെ വണ്ടി തന്നെ കരുതിയിട്ടുണ്ട്, നമ്മൾ അന്ന് പോയ മാതിരി തന്നെ. അപ്പോൾ നമ്മൾ അതിൻ്റെ യാത്രയിലാണ്. നമ്മുടെ കൂടെ ടോം ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വൈഫുണ്ട്, പിന്നെ വൈഫിൻ്റെ അനിയത്തി കുട്ടിയുണ്ട്. കാണിച്ചു കൊടുക്കണ വരെ. അപ്പൊ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ വൈപ്പർ, അതുപോലെ തന്നെ എയർ പ്രഷർ, ടയർ എല്ലാം ചെക്ക് ചെയ്തോ. നമ്മളിപ്പോൾ വന്നപ്പോൾ എയർ പ്രഷർ കുറവായതുകൊണ്ട് ചെറിയ രീതിയിൽ സ്കിഡ് ചെയ്ത് വണ്ടി ഫ്രണ്ടിലെ എയർ പ്രഷർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വണ്ടി. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എയർ പ്രഷർ കറക്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും ടയറും എയർ പ്രഷറും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്തേക്കിട്ട. അതുപോലെ തന്നെ വൈപ്പർ ചെക്ക് ചെയ്യുക. കാരണം വൈപ്പറിന് 350 രൂപയുള്ളൂ. ഫ്രണ്ടിലെ വിൻഷിംഗ് ഗ്ലാസിന് 6000-7000 രൂപ വരുന്നുണ്ട്. വൈപ്പർ ചെക്ക് ചെയ്യാം. ട്രാവലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ രസകരമായിട്ട് കുറേ കാഴ്ചകളെ കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ നല്ല മഴ പെയ്തണ കാരണം വരുന്ന വെള്ളമാണ് ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നിൽക്കാം. അപ്പോൾ ഇങ്ങനെ വഴികളിലൊക്കെ ഇങ്ങനെ രസകരമായിട്ട് കാഴ്ചകളെ കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നു. അപ്പോൾ ട്രാവലിംഗ് ചെയ്യാൻ ഇങ്ങനെ ഒരു മൂഡ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കാർ പിക്കപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് വൈഫിനെയും കൂട്ടൊന്നും എവിടേക്കൊന്നും പോകാൻ പറ്റണില്ല. അപ്പോൾ അവളെയും കൂട്ടും. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരന്മാരാ അല്ലെങ്കിൽ അനിയന്മാരാ. ഇപ്പോൾ ടോമിനെ കൂട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സഞ്ചരിക്കാറ്. അപ്പോൾ അന്ന് നമ്മൾ മാഹി പോയപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കോഴിക്കോട് നിർത്തി അവിടുന്ന് തിരിച്ചു പോരെ ചെയ്തത്. കോഴിക്കോടല്ല, നമ്മുടെ ഇവിടെ മാഹിയിൽ ബീച്ചിൻ്റെ അവിടെ നിർത്തി തിരിച്ചു പോരെ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഇപ്പോൾ വേറെ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കില്ല. ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് എത്തും. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 84 കിലോമീറ്ററോളം ഉണ്ട്. ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്ക് എത്താം. അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വണ്ടി പിക്കപ്പ് ചെയ്യുള്ളൂ.
ഇവിടെ ഞങ്ങൾ ഇറങ്ങാണ്. നല്ല രസമായിട്ടുള്ള സ്ഥലം, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സ്ട്രൈറ്റ് നമ്മളുടെ വണ്ടിയുടെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കയറി അപ്പോൾ നമ്മൾ വണ്ടി പിക്ക് ചെയ്തു. വണ്ടി ബാക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഗ്രേ വണ്ടിയാണ്, 2010 മോഡല്. അതുപോലെ തന്നെ ഓരോ സ്ഥലം കുറേയേറെ പുറന്തോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഗ്യാരേജിൽ വണ്ടി എത്തിയിട്ടുണ്ട്. ഗ്രേ വണ്ടിയാണ് ഇതിന് വണ്ടി, 2009 മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഗ്യാരേജിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടർന്ന് കാണാം. ഇപ്പോൾ ഗ്യാരേജിൽ നമുക്ക് ഒരു റെഡ് ഇന്നോവ കംപ്ലീറ്റ് ആയിട്ട്. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞ വണ്ടിയാണ്. ഒരു ഷാമ്പ്യൻ ഗോൾഡ് വണ്ടിയായിരുന്നു, തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ പോളോ റെഡാണ് അടിച്ചാണ്, താഴെ പോളോ റെഡ് അടിച്ചാണ്. അതുപോലെ തന്നെ മേലിൽ ഗ്ലോസി ബ്ലാക്ക് അടിച്ചാണത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഗ്ലോസി ബ്ലാക്ക് അടിച്ച് അതിൻ്റെ പോളിഷിങ് കഴിഞ്ഞിട്ടില്ല, അടിച്ച് 2 ദിവസമായി അടിച്ചിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് വണ്ടി ആയതുകൊണ്ട് കൊറോണ ടൈം ആയതുകൊണ്ട് ക്വാറൻറ്റൈനിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന കാരണം കസ്റ്റമർ വന്നിട്ടില്ല. ഏകദേശം ഒരു 2 വീക്ക് കഴിയുമ്പോൾ ഈ വണ്ടി പോവും. അവിടെ ഒരു ഇപ്പോൾ ബാക്കിലെ ഡിക്കും ബമ്പറും പെയിൻറ്റിങ് ചെയ്തതാണ്. തന്നെ ഫ്രണ്ടിൽ ബമ്പർ ഡാമേജും സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ വന്ന വണ്ടിയാണ്, 2014 മോഡൽ ഇന്നോവയാണ്. ഇത് പെയിൻറ്റിങ്ങിന് വേണ്ടി വന്നതാണ്. പിന്നെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്യണം. ഡെൻറ്റിങ് ഉണ്ട് വണ്ടിക്ക്, എന്താ ഡെൻറ്റിങ്ങുകളുണ്ട്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്കിംഗ് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിൽവർ ആക്സിഡൻറ്റ് വണ്ടി ഉണ്ടായിരുന്നു, ഫ്രണ്ട് കയറ്റിയിട്ട് വണ്ടിയുടെ ബമ്പറാണ് പെയിൻറ്റിങ് കഴിഞ്ഞു. ഇതാണ് വണ്ടി പെയിൻറ്റിങ് കഴിഞ്ഞു. ഈ ബോണറ്റ് നമ്മൾ റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇടിച്ചത്. അപ്പോൾ സെൻറ്റർ കുഴിഞ്ഞ് പോയ കാരണം ഷേപ്പ് എടുത്താൽ, അതുപോലെ തന്നെ ഇവിടെയും ബെൻഡ് വന്നു. ഷേപ്പ് എടുത്താലും നമുക്ക് ക്ലിയർ ആവില്ല, അത് കാരണം നമ്മൾ ബോണറ്റ് റീപ്ലേസ് ചെയ്തു. സൈഡ് നമ്മൾ അവിടെ വരെ അടിച്ചിട്ടുണ്ട്, കാരണം ഡോറ് ഡാമേജ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളായിട്ട് ഫുള്ളായിട്ടല്ല, ഫോട്ടോ വെച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ അടിച്ചിട്ടുണ്ട്. ഇത് 1G3 അല്ല സോറി 1E7 എന്ന് പറഞ്ഞിട്ടുള്ള സിൽവർ കളറാണിത്. അതായത് പുതിയ ഇന്നോവയ്ക്ക് വരുന്ന സിൽവർ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി ഉണ്ടാവുകയാണ്. ഹോണ്ട സിറ്റി ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഇത് വർക്കിംഗ് പ്രോഗ്രസ് എന്ന നിലയിൽ നമ്മുടെ ഗാരേജിലെ വർക്കിംഗ് പ്രോഗ്രസ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ്. അതേപോലെ തന്നെ ട്രാവലിംഗ് ബ്ലോഗ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഈ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഹോണ്ട സിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡെലിവറി ടൈമിൽ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസ് ഇനി ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.
make it.